നമുക്ക് ഈ ചാപ്റ്ററിലെ എക്സസൈസ് സെക്ഷൻ നോക്കാം. അപ്പൊ ആദ്യത്തെ എക്സസൈസ് ഉച്ചാരണം കുരുത. ഉച്ചാരണം എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ വേർഡ് നോക്കാം. ഫുല്ലോത്പലം. ഫുല്ലോത്പലം നമ്മൾ പഠിച്ച ചാപ്റ്ററിലെ ഒരു ലേക്കിന്റെ പേരാണ്. അവലംബ്യ, തൂങ്ങിക്കിടക്കുന്നു. അവലംബ്യ എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്നു. പക്വ, കുക്ക് ചെയ്തിട്ട്. പക്വ, കുക്കിംഗ്. കമ്പുഗ്രീവഹ. കമ്പുഗ്രീവഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടോയ്സിന്റെ പേര്. ആവാഭ്യാം, ഞങ്ങൾ രണ്ടിന്റെയും. ഭക്ഷയിഷ്യാമി, കഴിക്കും. ഉക്തവാൻ, പറഞ്ഞു. ഹൃദം എന്ന് പറഞ്ഞാൽ വേറൊരു പോണ്ടിലേക്ക്. സുഹൃദ്യാം, സുഹൃത്തുക്കളുടെ. ഭവദ്ഭ്യാം, നിങ്ങൾ രണ്ടുപേരുടെയും. ഉടീയതെ, പറക്കുന്നു. ദൃഷ്ടഹ, അതായത് അധിക ബുദ്ധി. അപ്പോ ഈ കുറെ വേർഡ്സ് തന്നിട്ടുണ്ട്, അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. അതാണ് ഈ എക്സസൈസ്. രണ്ടാമത്തെ എക്സസൈസ് നോക്കാം. ഏകപദേന ഉത്തരത. ആൻസർ ഇൻ വൺ വേർഡ്. ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് ആൻസർ 1 വേർഡ് ആയിട്ട് എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൂർമസ്യ കിം നാമ ആസീത്. കൂർമ്മം എന്ന് പറഞ്ഞാൽ ടോട്ടോയ്സ്. ടോട്ടോയ്സിന്റെ പേരെന്താ ഈ ചാപ്റ്ററിൽ, ഈ പാഠത്തിൽ ഏതാ? കമ്പുഗ്രീവഹ. ടോട്ടോയ്സിന്റെ പേര് കമ്പുഗ്രീവഹ. സ്ഥലസ്ഥീരെ കെ ആഗച്ചൻ. സ്ഥലസ്ഥീരെ എന്ന് പറഞ്ഞാൽ ലേക്ക് സൈഡിലേക്ക് ആരാ വന്നത്? ദീവാരാഹ, ഫിഷർമാൻ. കൂർമഹ കേന മാർഗേന അന്യത്ര ഗന്ധും ഇച്ഛതി. കൂർമഹ എന്ന് പറഞ്ഞ ടോട്ടോയ്സ്. കേന മാർഗേന, ഏത് വഴി കൂടി. അന്യത്ര ഗന്ധും, വേറെ പോണിലേക്ക് പോവാൻ ആഗ്രഹിച്ചത്. ആൻസർ എന്താ? ആകാശമാർഗേന, ആകാശത്തിലൂടെ. ആകാശത്തിലൂടെ 2 സ്വാൻസിന്റെയും ഇടയിൽ ഇരുന്ന് പോവാനാണ് ടോട്ടോയ്സ് തീരുമാനിച്ചത്. അടുത്തത്, ലംബമാനം കൂർമ്മം ദൃഷ്ടുവ കെ അദാമൻ. തൂങ്ങിക്കിടക്കുന്ന ടോട്ടോയ്സിനെ കണ്ടിട്ട് ആരാണ് ഓടി വന്നത്? പൗരാഹ, അതായത് ആൾക്കാര്. അടുത്ത എക്സസൈസ് നോക്കാം. അധോ ലിഖിത വാക്യാനി കഹ കം പ്രതി കഥയതി. ഇതിലിഖിത. ഇവിടെ കുറെ സെന്റൻസ് വന്നിട്ടുണ്ട്. കഹ കം പ്രതി, അതായത് ആര് ആരോട് പറഞ്ഞു. ഇത് തന്നേക്കണ സെന്റൻസ് ആര് ആരോട് പറഞ്ഞു എന്ന് വേണം നമ്മൾ എഴുതാൻ. അപ്പൊ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പ്രാതഃ യത് ഉചിതം തത് കർത്തവ്യം. അപ്പോ കഹ കഥയതി, ആരാണ് പറയുന്നത്. കം പ്രതി കഥയതി, ആരോടാണ് പറയുന്നത്. പ്രാതഃ യത് ഉചിതം തത് കർത്തവ്യം, രാവിലെ എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അതാരാണ് പറയുന്നത്? ഹംസൗ. 2 ഹംസങ്ങളാണ് പറയുന്നത്. ആരോടാ പറയുന്നത്? കൂർമ്മം. 2 ഹംസങ്ങള് ആ കൂർമ്മത്തിനോട്, ടോട്ടോയ്സിനോടാണ് പറയുന്നത്. അപ്പൊ ഹംസൗ കൂർമ്മം പ്രതി. അടുത്തത്, അഹം ഭവദ്ഭ്യാം സഹ ആകാശമാർഗേണ ഗന്ധും ഇച്ഛാമി. ഞാൻ നിങ്ങളുടെ കൂടെ ആകാശത്തിലൂടെ അങ്ങോട്ട് പോവാം. അതാരാ പറയുന്നേ? ടോട്ടോയ്സ്. ടോട്ടോയ്സ് സ്വാനിനോടാണ് പറയുന്നത്. അപ്പൊ കൂർമഹ ഹംസൗ പ്രതി, ടോട്ടോയ്സ് 2 ഹംസങ്ങളോട് പറയുന്നു. മൂന്നാമത്തെ, അത്ര കഹ ഉപായഹ. ഇവിടെ എന്താണ് വഴി? അതാരാ ചോദിക്കുന്നേ? ഹംസങ്ങള് കൂർമ്മത്തിനോട് ചോദിക്കുന്നു. അപ്പൊ ഹംസൗ കൂർമ്മം പ്രതി. അഹം ഉത്തരം ന ദാസ്യാമി. ഞാൻ ഒന്നും സംസാരിക്കത്തില്ല, ആരെന്ത് പറഞ്ഞാലും ഉത്തരം കൊടുക്കത്തില്ല. അതാരാ പറയുന്നേ? ടോട്ടോയ്സ്. അപ്പോ കൂർമ്മം ഹംസൗ പ്രതി. കൂർമ്മം ഹംസങ്ങളോടാണ് പറയുന്നത്, ആരെന്ത് പറഞ്ഞാലും ഞാൻ സംസാരിക്കത്തില്ല എന്ന്. യൂയം ഭസ്മം ഗാതത. അതായത് നിങ്ങൾ ചാരമായിരിക്കും കഴിക്കുന്നേ. അതാരാ പറയുന്നേ? കൂർമ്മം. തൂങ്ങിക്കിടക്കുമ്പോ കൂർമ്മം ആൾക്കാരോട്, താഴെ നിന്ന് വിളിക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്. കൂർമ്മം പൗരാഹ പ്രതി, ആൾക്കാരോട് പറയുന്നു. അപ്പോ ഈ എക്സസൈസിൽ ആര് ആരോട് പറഞ്ഞു എന്നാണ് ചോദിച്ചേക്കണേ. ഓരോ സെന്റൻസും നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക, മീനിങ് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ ബേസിക് ആയിട്ട് കഥ എന്താണ് നല്ലപോലെ പഠിച്ചു വെക്കുക. എന്നിട്ട് ഈ ഓരോ സെന്റൻസും നോക്കിയിട്ട് ആര് ആരോട് പറഞ്ഞു എന്ന് ഇവിടെ എഴുതാം. അപ്പൊ പറയുന്ന ആള് ആരോട് പറയുന്നു, അതിന്റെ ലാസ്റ്റ് പ്രതി എന്ന് ചേർക്കാം. അടുത്ത എക്സസൈസ് നോക്കാം. മഞ്ജുഷാദഃ ക്രിയാപദം ചിത്വ വാക്യാനി പൂരേത. മഞ്ജുഷാദഃ ക്രിയാപദം. ക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ടിവിറ്റി. ഇവിടെ ബോക്സിൽ കുറെ ആക്ടിവിറ്റി ആയിട്ടുള്ള വേർഡ്സ് തന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് താഴെ തന്നേക്കണ വാക്യാനി, അതായത് സെന്റൻസിലേക്ക് നമ്മൾ പൂരേത ഫില്ല് ചെയ്യുക. അപ്പൊ ആദ്യത്തെ വേർഡ് എന്താ? അഭിനന്ദതി. അഭിനന്ദതി എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുന്നു. ഭക്ഷയിഷ്യാമഹ കഴിക്കുന്നതാണ്. ഇച്ഛാമി വിഷ് ആഗ്രഹം. വദിഷ്യാമി സംസാരിക്കും.
ഉഡീയതെ പറക്കുന്നു, പ്രതിവസതി സ്മ താമസിക്കുന്നു. അപ്പൊ ആദ്യത്തെ സെന്റൻസ് നോക്കാം. ഹംസാഭ്യാം സഹ കൂർമോബി, ഹംസങ്ങളുടെ ഒപ്പം കൂർമവും എന്തായിരിക്കും? ഉഡീയതെ പറക്കുന്നു. അഹം കിഞ്ചിദബി ന ഡാഷ്, ഞാൻ ഒന്നും മിണ്ടത്തില്ല. അതായത് ടോട്ടോയിസ് ആണ് പറയുന്നത്. ആമ ഹംസങ്ങളോട് പറയുന്നതാണ് ഞാൻ ഒന്നും മിണ്ടത്തില്ല. അപ്പോ അഹം കിഞ്ചിദബിന വദിഷ്യാമി. മൂന്നാമത്തെ യഹ ഹിതകാമനാം സുഹൃദ്യാം വാക്യം ന ഡാഷ്. ഈ തേർഡ് സെന്റൻസ് നമ്മുടെ ആ ചാപ്റ്ററിലെ ലാസ്റ്റ് പോയമാണ്. ആരാണ് സുഹൃത്തുക്കളുടെ വാക്ക് കേൾക്കാത്തത്? അപ്പോ ആ സെന്റൻസ് ആണിത്. അപ്പോ യഹ ഹിതകാമനാം സുഹൃദ്യാം വാക്യം ന അഭിനന്ദതി. അഭിനന്ദതി എന്ന് പറഞ്ഞാൽ വെൽക്കം ചെയ്യുന്നു. അപ്പൊ ആരാണ് സുഹൃത്തുക്കളുടെ വാക്ക് കേൾക്കാത്തത് അല്ലെങ്കിൽ അനുസരിക്കാത്തത്? അവര് നാശത്തിലേക്ക് പോകത്തുള്ളൂ. ഏകഹ കൂർമ്മം അഭി തത്രൈവ ഡാഷ്, ഒരു ടോട്ടോയിസും അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു ആണ് സെന്റൻസ്. അപ്പൊ പ്രതിവസതി സ്മ ഈ വേർഡ്. ആറാമത്തെ അഹം ആകാശമാർഗേണ അന്യത്ര ഗന്തും ഡാഷ്, ഞാൻ ആകാശത്തിലൂടെ അടുത്ത സ്ഥലത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ആഗ്രഹിക്കുന്നു അതിന്റെ വേർഡ് ഇച്ഛാമി. അടുത്തത് വയം ഗൃഹം നീത്വ കൂർമഹ, ഇത് ആൾക്കാര് താഴെ നിൽക്കുന്ന ആൾക്കാര് പറയുന്ന സെന്റൻസ് ആണ്. വയം ഗൃഹം നീത്വ കൂർമ്മം കഴിക്കും, അതിന്റെ സാൻസ്ക്രിറ്റ് ഭക്ഷയിഷ്യാമഹ. അപ്പോൾ ഓരോ വേർഡ്സിന്റെ മീനിങ് മനസ്സിലാക്കാം. ഓരോ സെന്റൻസും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മീനിങ്സും മനസ്സിലാക്കി ഫില്ല് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ പൂർണ്ണവാക്യേന ഉത്തരത. നമ്മൾ നേരത്തെ ഏകപദേന ഉത്തരത വൺ വേർഡ് ആൻസേഴ്സ് എഴുതാൻ ഒരു എക്സസൈസ് ചെയ്തിരുന്നു. ഇവിടെ പൂർണ്ണവാക്യേന ഫുൾ സെന്റൻസിൽ വേണം ആൻസർ ചെയ്യാൻ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കച്ചബഹ കുത്രഗന്തും ഇച്ഛതി. കച്ചബഹ എന്ന് പറഞ്ഞ ടോട്ടോയിസ്. കുത്രഗന്തും എങ്ങോട്ട് പോവാനാണ് ആഗ്രഹിച്ചത്? അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? കച്ചബഹ ആകാശമാർഗേണ അന്യത്ര ഗന്തും ഇച്ഛാമി. ടോട്ടോയിസ് ആകാശത്തിലൂടെ അവന്റെ രണ്ട് ഫ്രണ്ട്സ് സ്വാൻസിന്റെ നടുക്ക് ഒരു വടി തൂങ്ങിക്കടന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്നു. കച്ചബഹ ആകാശമാർഗേണ അന്യത്ര ഗന്തും ഇച്ഛാമി. ഇതുപോലെ തന്നെ ഫുൾ സെന്റൻസിൽ വേണം ആൻസർ എഴുതാൻ. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും എക്സാമിന്. മറ്റേ ഏകപദേന നമുക്ക് 1 വേർഡ് ആയിട്ട് ചോദിക്കുന്നോണ്ട് 1 മാർക്ക് ആയിരിക്കും. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കച്ചബഹ കം ഉപായം മദതി. ടോട്ടോയിസ് എന്ത് ഐഡിയ ആണ് തന്നത്? ഉപായം എന്ന് പറഞ്ഞ ഐഡിയ. എന്ത് ഐഡിയ ആണ് സ്വാൻസിനോട് പറയുന്നത്? ആൻസർ കച്ചബഹ ഉപായം മദതി. ഇതാണ് കച്ചബഹ ടോട്ടോയിസ് പറയുന്ന ഉപായം. യുവാം കാഷ്ടദണ്ഡം ചഞ്ച്വ. നിങ്ങൾ രണ്ടും ഒരു വടി പിടിച്ച് ധാരയതാം. നിങ്ങൾ രണ്ടും ഒരു വടി പിടിച്ച് നിൽക്കുക. അഹം കാഷ്ടദണ്ഡ മധ്യേ. ഞാൻ ആ വുഡൻ സ്റ്റിക്കിന്റെ നടുക്ക് അവലംബ്യ തൂങ്ങിക്കിടന്ന്. യുവയോഹോ പക്ഷബലേന. നിങ്ങളുടെ ചിറകിന്റെ ബലത്തിലൂടെ. സുഖേന ഗമിഷ്യാമി. ഞാൻ നിങ്ങളുടെ നടുക്ക് ഒരു വടിയിൽ തൂങ്ങിക്കിടക്കാം, എന്നിട്ട് നമുക്ക് പറന്ന് അപ്പുറത്തേക്ക് പോവാം. അതാണ് ടോട്ടോയിസ് പറഞ്ഞു തന്ന ഐഡിയ. അടുത്തത് ലംബമാനം കൂർമ്മം ദൃഷ്ട്വ പൗരാഹ കിം അവദത്. തൂങ്ങിക്കിടക്കുന്ന ടോട്ടോയിസിനെ കണ്ടിട്ട് പൗരാഹ എന്ന് പറഞ്ഞ ജനങ്ങൾ എന്തു പറഞ്ഞു? ആൻസർ ലംബമാനം കൂർമ്മം ദൃഷ്ട്വ. തൂങ്ങിക്കിടക്കുന്ന ആമയെ കണ്ടിട്ട് പൗരാഹ അവദത് ജനങ്ങൾ പറഞ്ഞു. ഹം ഹോ മഹദാശ്ചര്യം. അമ്പോ ഇത് ഭയങ്കര ആശ്ചര്യമാണല്ലോ. ഹംസാഭ്യാം സഹ കൂർമോബി ഉദിയത്. ഹംസങ്ങളുടെ ഒപ്പം ഒരു ആമയും പറക്കുന്നു. അതാണ് താഴെ നിൽക്കുന്ന ജനങ്ങൾ പറഞ്ഞത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കൂർമഹ മിത്രയോഹോ വചനം വിസ്മൃത്യ കിം അവദത്. ടോട്ടോയിസ് ഫ്രണ്ട്സിന് കൊടുത്ത വാക്ക് മറന്നിട്ട് എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? കൂർമഹ മിത്രയോഹോ വചനം വിസ്മൃത്യ അവദത് യൂയം ഭസ്മം ഗാദത. നമ്മൾ തമാശയ്ക്ക് വരില്ലേ അമ്പടി കുളിക്കുംന്ന്, അതുപോലെ ഇവിടെ യൂയം ഭസ്മം ഗാദത. പിന്നെ നീ ഒന്നും ചെയ്യത്തില്ല, നീ എന്റെ ആഷസ് ആയിരിക്കും കഴിക്കണേന്ന് തമാശയ്ക്ക് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടോട്ടോയിസ് താഴെ വീണ് മരിച്ചു പോകും. അതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഷോർട്ട് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നത് എന്താ? യൂയം ഭസ്മം ഗാദത. അതാണ് ഇതണ്ടേ. ആദ്യം നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഇങ്ങനെ ഫസ്റ്റ് കൂർമ്മം മിത്രയോഹോ വചനം വിസ്മൃത്യ അവദത്. ഫ്രണ്ട്സിന് കൊടുത്ത വാക്ക് കേൾക്കാണ്ട് പറഞ്ഞു. യൂയം ഭസ്മം ഗാദത. ജനങ്ങളോടാണ് പറയുന്നത്, നീ എന്റെ
ചാരം ആയിരിക്കും കഴിക്കുന്നത് എന്ന്. അടുത്ത എക്സസൈസ് നോക്കാം. ഘടന ക്രമാനുസാരം വാക്യാനി ലിഖത. ഇവിടെ കുറെ സെന്റൻസ് തന്നിട്ടുണ്ട്. ഈ സെന്റൻസ് ഓർഡർ തെറ്റിച്ചാ തന്നേക്കണേ. ശരിക്കും പറഞ്ഞാൽ ഈ സെന്റൻസ് നമ്മൾ ഇപ്പൊ പഠിച്ച സ്റ്റോറിയാണ്. ഇവിടെ ഓർഡർ തെറ്റിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോ സെന്റൻസ് വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് ഓർഡറിലാക്കണം. അതാണ് ഈ എക്സസൈസ്. അപ്പൊ നമുക്ക് ആദ്യത്തെ സെന്റൻസ് എന്താണെന്ന് നോക്കാം. കൂർമഹ ഹംസയോഹോ സഹായത ആകാശമാർഗേണ ആഗച്ഛൻ. കൂർമ്മം ഹംസങ്ങളുടെ സഹായത്തോടെ ആകാശത്തിലൂടെ പോവാൻ തീരുമാനിച്ചു. പൗരാഹ അകതയത് വയം പതിതം കൂർമ്മം ഗാദിഷ്യാമഹ. താഴെ നിൽക്കുന്ന ജനങ്ങൾ പറയുന്നു, നമുക്ക് ഈ താഴെ വീഴുന്ന കൂർമ്മത്തെ കഴിക്കാം, ഭക്ഷിക്കാം. മൂന്നാമത്തെ സെന്റൻസ് കൂർമഹ ഹംസൗച ഏകസ്മിൻ സരസി നിവസന്തി സ്മ. ഒരു കൂർമ്മവും 2 ഹംസങ്ങളും ഒരു ഏകസ്മിൻ സരസി, അതായത് ഒരു ലേക്കിൽ താമസിക്കുന്നുണ്ടായിരുന്നു. നിവസന്തി സ്മ എന്ന് പറഞ്ഞാൽ താമസിക്കുന്നുണ്ടായിരുന്നു. നാലാമത്തെ കേചിത് ദീവാരാഹ സരസ്തീരെ ആഗച്ഛൻ. കുറച്ച് ഫിഷർമാൻ ആ പോണ്ടിന്റെ സൈഡിലേക്ക് വന്നു. കൂർമഹ അന്യത്ര ഗന്തും ഇച്ഛതി സ്മ. ടോട്ടോയിസ് വേറെ പോണ്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു. ലംബമാനം കൂർമ്മം ദൃഷ്ടുവ പൗരാഹ അധാവൻ. തൂങ്ങിക്കിടക്കുന്ന ആമയെ കണ്ടിട്ട് ചാടി നിൽക്കുന്ന ജനങ്ങൾ ഓടി വന്നു. കൂർമഹ ആകാശാത് പതിതഃ പൗരാഹ മാരിദാശ്ച. ആകാശത്ത് നിന്ന് താഴെ വീണ ടോട്ടോയിസിനെ ആൾക്കാര് കൊന്നു. വയം ശ്വഹ മത്സ്യ കൂർമാദിൻ മാരിഷ്യാമഹ. നമുക്ക് നാളെ വന്നിട്ട് ഈ മത്സ്യങ്ങളെയും കൂർമ്മങ്ങളെയും കഴിക്കാം. ഇത് ദീവാരാഹ അകതയർ. ആരാണ് പറഞ്ഞത്? ദീവാരാഹ. ഫിഷർമാൻ പറഞ്ഞു, നമുക്ക് നാളെ വന്നിട്ട് ഈ പോണ്ടിലുള്ള മത്സ്യങ്ങളെയും കൂർമ്മങ്ങളെയും കഴിക്കാം. അതാണ് ഈ സെന്റൻസ്. അപ്പൊ ഇവിടെ 8 സെന്റൻസ് വന്നിട്ടുണ്ട്. ഈ 8 സെന്റൻസ് ഓർഡർ തെറ്റിച്ചാ തന്നേക്കണേ. ഈ 8 സെന്റൻസും ഞാൻ മീനിങ് പറഞ്ഞു തന്നു. അപ്പൊ നമ്മൾ ഈ സെന്റൻസ് ഒക്കെ ആ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. അപ്പൊ ആ ചാപ്റ്ററിലെ കഥ അനുസരിച്ചിട്ട് നമ്മൾ ഇത് ഓർഡറിലാക്കാം. അപ്പൊ ആദ്യത്തെ സെന്റൻസ് എന്താ? കൂർമഹ ഹംസൗ ച ഏകസ്മിൻ സരസി നിവസന്തി സ്മ. ഒരു കൂർമ്മവും 2 ഹംസങ്ങളും ഒരു പോണ്ടിന്റെ സൈഡിൽ താമസിക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ എന്തായിരിക്കും? കേചത് ദീവാരാഹ സരസ്തീരെ അഗച്ഛത്. കുറച്ച് ഫിഷർമാൻ ആ പോണ്ട് സൈഡിലേക്ക് വന്നു. മൂന്നാമത്തെ വയം ശ്വഹ മത്സ്യ കൂർമാദീൻ മാരീഷ്യാമഹ. നമുക്ക് നാളെ വന്നിട്ട് ഈ ഫിഷസിനെയും ടോട്ടോയിസിനെയും ഒക്കെ നമുക്ക് കൊന്നുകളയാം, അതായത് ഫിഷ് ചെയ്യാം. നാലാമത്തെ എന്തായിരിക്കും? കൂർമഹ അന്യത്ര ഗന്ധം ഇച്ഛതി സ്മ. ഈ സംഭാഷണങ്ങളൊക്കെ കേട്ടിട്ട് ആ ടോട്ടോയിസ് വേറെ പോണ്ടിലേക്ക് താമസം മാറാൻ ആഗ്രഹിച്ചു. അഞ്ചാമത്തെ കൂർമഹ ഹംസയോഹോ സഹായത. കൂർമ്മം ഹംസങ്ങളുടെ ഹെൽപ്പ് ചോദിച്ച് ആകാശത്തിലൂടെ പോവാൻ തീരുമാനിച്ചു. ആറാമത്തെ ലംബമാനം കൂർമ്മം ദൃഷ്ട്വ പൗരാഹ അധാവൻ. തൂങ്ങിക്കിടക്കുന്ന ആ ടോട്ടോയിസ്, സ്വാൻസിന്റെ നടുക്ക് തൂങ്ങിക്കിടക്കുന്ന ടോട്ടോയിസിനെ കണ്ടിട്ട് താഴെ നിൽക്കുന്ന ആൾക്കാർ ഓടി വന്നു. ഏഴാമത്തെ പൗരാഹ അകതയൻ വയം പതിതം കൂർമ്മം ഗാദിഷ്യാമഹ. നമുക്ക് താഴെ ചത്ത് കിടക്കുന്ന ഈ ടോട്ടോയിസിനെ നമുക്ക് തിന്നാം. ഏഴാമത്തെ ലാസ്റ്റ് വൺ എന്താണ്? കൂർമഹ ആകാശാത് പതിതഃ പൗരാഹ മാരദിഷ്ട. അതായത് താഴെ വീണ് പോയ ടോട്ടോയിസിനെ ആൾക്കാർ കൊന്നു തിന്നു. അതാണ് ലാസ്റ്റ് വൺ. ലാസ്റ്റ് എക്സസൈസ് നോക്കാം. മഞ്ജുഷാദഹ പദാനി ചിത്വ റിക്തസ്ഥാനാനി പൂരേത. ഇവിടെ ബോക്സിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ആ വേർഡ്സ് നമ്മൾ മനസ്സിലാക്കിയിട്ട് താഴെ ഒരു സ്റ്റോറിയും തന്നിട്ടുണ്ട്. ആ സ്റ്റോറിയിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ വേർഡ് നോക്കാം. ജലാശയം. ജലാശയം എന്ന് പറഞ്ഞാൽ പോണ്ട് അല്ലെങ്കിൽ ലേക്ക് എന്നും പറയാം. അചിന്തയത് ചിന്തിച്ചു. വൃദ്ധഹ ഒരു ഓൾഡ് മെൻ, അല്ലെങ്കിൽ ഇവിടെ ഈ കഥയിൽ ഒരു ഓൾഡ് കാക്കയാണ്, വന്യപ്രായം ചെന്ന കാക്ക. ദുഃഖിതാഹ സാഡ്. കോട്ടരെ. കോട്ടരെ എന്ന് പറഞ്ഞാൽ വൃക്ഷത്തിന്റെ ഒരു പൊത്ത്. വൃക്ഷത്തിൽ ചെറിയ ചെറിയ പൊത്തുകൾ ഉണ്ടാവൂലേ, അതാണ് കോട്ടരെ. വൃക്ഷസ്യ വൃക്ഷത്തിന്റെ. സർപ്പഹ എന്ന് പറഞ്ഞാൽ സ്നേക്ക്. ആദായ കൊണ്ടുവന്നിട്ട്. സമീപേ അടുത്ത്. അപ്പൊ നമുക്ക് സെന്റൻസ് നോക്കാം. ഈ സ്റ്റോറി എന്താന്ന് വായിച്ചു നോക്കാം. ഏകസ്യ വൃക്ഷസ്യ ശാഖാസു. ഒരു വൃക്ഷത്തിന്റെ ബ്രാഞ്ചിൽ, ശാഖാസു എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ, അനേകേ കാക്കാഹ വസന്തി സ്മ.
അനേകേ കാക്കഹ മെനി ക്രോ, കുറെ കാക്കകൾ വസന്തിസ്മ താമസിച്ചിരുന്നു. ഒരു വൃക്ഷത്തിന്റെ ഒരു ബ്രാഞ്ചിൽ കുറെ കാക്കകൾ താമസിച്ചിരുന്നു. തസ്യ വൃക്ഷസ്യ ഡാഷ് ഏകഹ സർപ്പഹ അഭി അവസത്. തസ്യ വൃക്ഷസ്യ, ആ വൃക്ഷത്തിന്റെ ഏകഹ സർപ്പഹ അഭി അവസത്, ആ വൃക്ഷത്തിന്റെ എന്തായിരിക്കും തന്നെ കോട്ടരെ, കോട്ടര എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത്, അതായത് ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവില്ലേ, ആ ഭാഗത്ത് ഒരു സർപ്പവും താമസിച്ചിരുന്നു. കാക്കാനാം അനുപസ്ഥിതി, കാക്കകൾ ഇല്ലാത്ത തക്കം നോക്കിയിട്ട് ഡാഷ് കാക്കാനാം സർപ്പഹ എന്ന് വരും. ഡാഷ് കാക്കാനാം ശിശൂൻ ഗാദതിസ്മ, കാക്കകൾ ഇല്ലാത്ത തക്കം നോക്കി കാക്കകളുടെ കുഞ്ഞുങ്ങളെ കഴിക്കാൻ തുടങ്ങി. അപ്പൊ ആരായിരിക്കും? സർപ്പഹ. അപ്പോൾ ഈ സെന്റൻസ് നോക്കുമ്പോൾ കാക്കകൾ ഇല്ലാത്ത സമയത്ത് ഈ സർപ്പം വന്ന് കാക്കക്കുഞ്ഞുങ്ങളെയൊക്കെ കഴിക്കാൻ തുടങ്ങി. കാക്കഹ ഡാഷ് ആസൻ, ഇത് അറിഞ്ഞിട്ട് കാക്കകൾ എന്താ ഉണ്ടായേ? ദുഃഖിതഹ, സങ്കടമായി. തേഷു ഏകഹ ഡാഷ് കാക്കഹ ഉപായം ഡാഷ്. അപ്പോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഏകഹ വൃദ്ധഹ, ഒരു വൃദ്ധരായ ഒരു കാക്ക ഒരു ഉപായം, ഒരു ഐഡിയ ആലോചിച്ചു. അചിന്തയൻ. വൃക്ഷസ്യ സമീപേ ജലാശയ ആസിത്, വൃക്ഷത്തിന്റെ അടുത്ത് ഒരു ജലാശയമുണ്ട്. ഇവിടെ വരുന്ന വേർഡാണ് സമീപേ. തത്ര ഏക രാജകുമാരി സ്നാതും ഡാഷ് ആഗച്ഛതി, അവിടെ ഒരു രാജകുമാരി എല്ലാ ദിവസവും കുളിക്കാനായിട്ട് വരും. ജലാശയം എന്ന് പറഞ്ഞാൽ പോണ്ട്, അവിടെ ഒരു പോണ്ട് ഉണ്ട്. ആ പോണ്ടിലേക്ക് ഈ ഒരു രാജകുമാരി കുളിക്കാനായിട്ട് വരും. ഇലായാം സ്ഥിതം തസ്യ ആഭരണം, കുളിക്കുമ്പോൾ നമ്മൾ ആഭരണം ഉരുവെക്കും. അപ്പോ അവിടെ പാറപ്പുറത്തിരിക്കുന്ന ആഭരണം കൊണ്ടുവന്നിട്ട് ആദായ ഏകഹ കാക്കഹ വൃക്ഷസ്യ ഉപരി അസ്താവയത്, അപ്പോ നിലത്ത് വെച്ചേക്കണ ആഭരണങ്ങളിൽ ഒരെണ്ണം എടുത്തിട്ട് ആദായ എന്ന് പറഞ്ഞ കൊണ്ടുവന്നിട്ട് കാക്ക ആ സ്നേക്കിന്റെ ആ കേവിലേക്ക്, ആ സ്നേക്കിന്റെ പൊത്തിലേക്ക് എടുത്തു വെച്ചു. രാജസേവക കാക്കം അനുസൃത്യ ഡാഷ് സമീപം ആഗച്ഛൻ, അതായത് രാജകുമാരിയുടെ സെർവന്റ് കാക്കം അനുസൃത്യ, കാക്കേനെ ഫോളോ ചെയ്തിട്ട് ആ വൃക്ഷത്തിന്റെ അടുത്തേക്ക് വന്നു. തത്ര തേ സർപ്പം അമാരയൻ, അവിടെ സർപ്പത്തെ കണ്ടു. സർപ്പമാണ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആ സർപ്പത്തെ കൊന്നുകളഞ്ഞു. അധഹ ഏകോത്വം ഉപായേന സർവം സിദ്ധയതി, ബ്രീഫായിട്ട് പറഞ്ഞ കുറെ കാക്കകൾ ഒരു മരത്തിന്റെ ശാഖയിൽ ഉണ്ടായിരുന്നു. ആ ശാഖയിൽ തന്നെ ഒരു ചെറിയ സർപ്പവും ഉണ്ടായിരുന്നു. ഈ കാക്കയില്ലാത്ത തക്കം നോക്കിയിട്ട് സർപ്പം ഈ കാക്കക്കുഞ്ഞുങ്ങളെ കഴിക്കാൻ തുടങ്ങി. അത് കണ്ട് വിഷമിച്ച കാക്കകള് അവരുടെ വൃദ്ധനായ കാക്ക, അതായത് കാർന്നോര് പറഞ്ഞിട്ട് ഒരു ഐഡിയ ചിന്തിച്ച് അതിനടുത്തുള്ള ലേക്കിലേക്ക് ഒരു രാജകുമാരി കുളിക്കാൻ വരാറുണ്ടായിരുന്നു. ആ രാജകുമാരിയുടെ ഒരു വെച്ച ആഭരണം എടുത്തിട്ട് ഈ സ്നേക്കിന്റെ പൊത്തിലേക്ക് കൊണ്ടുവച്ചു. അതെടുക്കാൻ വന്ന ഈ രാജകുമാരിയുടെ സെർവന്റ് ആ സ്നേക്കിനെ കൊന്നു കളഞ്ഞു. അങ്ങനെ ഈ കാക്കകൾ ആ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിച്ചു. അതാണ് ഈ കഥ. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെയൊക്കെ വേർഡ് മീനിങ്സ് മനസ്സിലാക്കുക, ഈ കഥ അത് കഴിഞ്ഞിട്ട് വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ഫില്ല് ചെയ്യുക. അതാണ് ഈ എക്സസൈസ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്തു. താങ്ക് യു.